ഇന്ന് എവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. രഹസ്യം പറയാനുണ്ട്. നീ എന്താണ് വെറുതെ പറയാ? കാര്യം പറയാ, ഗുണമുള്ള കാര്യമാണ്. വരുന്നേ പോയി ഒന്ന് കേൾക്കണ്ടവാ. ഇവിടെ അടുക്കളയിലല്ലേ ഉള്ള ഏമ്പാ വെറുതെ കൊണ്ടുപോകുന്നല്ലോടെ. എനിക്ക് ഗുണമുള്ള കാര്യം നീ വന്നോട്. കാര്യം റമീസ് എന്താ പാടെങ്ങായ കേട്ടാ ശരിയാകല്ല കൊണ്ടാ. എന്താ രഹസ്യം കേൾക്കാൻ വേഗം വന്ന് കുത്തിരിക്കില്ല എല്ലാവരും. ആ രഹസ്യം കേൾക്കുന്നതിന് മുമ്പ് നമുക്കൊരു പരസ്യം പറഞ്ഞാലോ? വെക്കേഷൻ ഇപ്പോൾ കുട്ടികൾ മരത്തിൻ്റെ മുകളും പെരാതിൻ്റെ മുകളെല്ലാം കാര്യമായിട്ട് ചായൻ്റെ കളിയായിരിക്കുമല്ലോ. എന്തെന്നാ ചെയ്യാന്നെല്ലാം വിചാരിച്ചിരിക്കുന്നുണ്ടാവില്ലേ? കുട്ടികളെ അവധിക്കാല കോഴ്സിന് ചേർക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അടിപൊളി ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ മക്കൾക്ക് വെക്കേഷന് ക്ലാസ്സും ട്യൂഷൻ ക്ലാസ്സും ഒക്കെ ചുരുങ്ങിയ ഫീസിൽ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഇത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ അവധിക്കാല ട്യൂഷനിലേക്ക് അഡ്മിഷൻ എടുക്കാം കേട്ടോ. അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്യാൻ കേട്ടോ നിങ്ങൾ. ഇംഗ്ലീഷ് മലയാളം ബേസിക് ക്ലാസ്സുകളും കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്ന ക്ലാസ്സുകളും വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയ ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാവും ഇവിടെ. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കേരള സിലബസ് കുട്ടികൾക്ക്, അതായത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു വർഷത്തെ ഫീസ് ഇനത്തിൽ 50% ഡിസ്കൗണ്ട് ഇവർ നൽകുന്നുണ്ട് കേട്ടോ. ഫീസ് ഇളവോട് കൂടി വെക്കേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വർക്ക് ഫ്രം ഹോം. എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും. നിങ്ങൾക്കുള്ള അവസരവും ഇവിടെ ഉണ്ട് കേട്ടോ. എഡ്യൂക്കേഷൻ ഭാഗമായിട്ടുള്ള തന്നെ വർക്ക് ഫ്രം ഹോം ആണ്, പരിപാടികളാണ്. അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും. വർക്ക് ഫ്രം ഹോമിന് വിദ്യാഭ്യാസം ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഒളിച്ച് നിന്ന് കേട്ടോളിയോ. പിന്നെ ഇരിക്കി റമദാൻ മാസം കഴിയാനായി. പിന്നെ അതിൻ്റെ ഒരു ടെൻഷനില്ല ഞാനുള്ളത്. അതല്ല പറയുന്നത്, ഇനി ഫുള്ളായിട്ട് കേൾക്ക്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സൊന്നും ഇതുവരെ എടുത്തില്ലല്ലോ. എന്തെന്നാ ഇപ്പം നമ്മൾ ചെയ്യുക? അതല്ല, ഡ്രസ്സ് എടുക്കാൻ പൈസ വേണ്ടേ? എടുക്കാണ്ടിരിക്കുമെന്നല്ല, ഇനി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. പെരുന്നാൾ കൊടിക്ക് നല്ല വില ഉണ്ട്. അപ്പോൾ പിന്നെ റമീസ് ഇപ്പം അത്യാവശ്യം ബിസിനസ് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഇനി ഓനോട് നൈസായിട്ട് ഓനെ കൊണ്ട് എടുപ്പിക്കും ഡ്രസ്സ്. അതിഞ്ഞി പറയാം. ഇനി എനിക്കൊരു ഉഷാറില്ലാത്ത പറയാമോ? എന്താ ഇനി എല്ലാത്തരും എനിക്ക് ഭയങ്കര നാക്കൈനല്ലോ. ഇന്നലത്തെ വീഡിയോയിലല്ലോ എന്നെപ്പറ്റി രണ്ട് പറയേ ആളെ എന്നെ കൊണ്ട് വായിപ്പിക്കുന്ന പറയുമ്പോൾ എനിക്കെന്താ ഇത് നൈസായിട്ട്. ഇനി ഭയങ്കര സംഭവമാണ് എന്നുള്ള മുന്നേ ഓനതിൽ വീണു. ഓനോട് ഇനി ഭയങ്കര ബിസിനസ് മാനാണ്, എനിക്കതിന് പറ്റും. ഇഞ്ചി നല്ലോണം പൈസ ഉണ്ടല്ലോ എന്നുള്ള മറ്റേ ഓനെ മോട്ടറാക്കിയാൽ മതി. എൻ്റെ വിഷയമല്ല, ഞാനൊരു ഷർട്ടിൻ്റെ കൊണ്ട് തുന്നാൻ കൊടുത്തിക്കടോ. ഇനി നൈസിൽ എനിക്കുള്ള നോക്ക്. കുഞ്ഞിന് നമുക്ക് കുറേ കിട്ടിയതില്ലേ, അതും എടുത്തങ്ങ് ഒപ്പിക്കുന്ന. ഇപ്രാവശ്യം ഒരു പിന്നെ 5,000-6,000 ഉറുപ്പ്യ ലാഭമാവും. എന്തായാലും ഡ്രസ്സിൻ്റെ കാര്യം അങ്ങനെ ഇനി നോക്കിയിട്ട് ചെയ്തോട്ടോ. ഓനൊരു സംശയവും തോന്നാത്ത രീതിയിലായിരിക്കണം. ഓനങ്ങ് പൊക്കിയിട്ടാൽ ഓനെല്ലാം അങ്ങ് ആയിത്തരും. എനിക്കെന്താ ഇതുവരെ വിവരം തിരിയാത്ത? ഞാനിങ്ങനെ ഓരോന്നെല്ലാം പറഞ്ഞ് നൈസിൽ 200 ഗൂഗിൾ പേക്ക് നിന്നാണല്ലേ. പിന്നെ എന്താ അല്ല, നീ നോക്കിയിട്ട് ചെയ്യും. എനിക്കതിനുള്ള കഴിവുണ്ട്. പൈസ നൈസിൽ വാങ്ങും. ഇനി മിടുക്കിയല്ല, ഇനി എൻ്റെ നല്ലോണം വാങ്ങലുണ്ടല്ലോ. അതല്ല, എന്തായാലും വന്ന സ്ഥിതിക്ക് വളപ്പുറത്തെ ജമീലാൻ്റെ മോളില്ലേ മെഞ്ഞാന്ന് ഞാൻ എന്താ ഇത് റമദാൻ മാസാ കുറ്റം പറയാനോ രഹസ്യം പറയാനോ എന്നെ കൂട്ടി കൊണ്ടുവന്നേ? അതല്ലടോ, എന്തായാലും എന്തിനാ കൂട്ടി കൊണ്ടുവന്ന്? അല്ല, ആരും ഇല്ലാത്തൊരു സമയമാകുമ്പോ ആരുമില്ലാത്ത റമദാൻ മാസം അങ്ങനെ കുറ്റം പറയാ? അല്ല, റമദാൻ മാസം അങ്ങനെ കുറ്റം പറയുന്നല്ലടോ. അതെന്നാ അല്ല, ഇത് തിരുമ്പുവാൻ ഇട്ടതിൻ്റെ അകത്തല്ലേ ഇത്? അതിവിടെ ഒരു തല കാണുന്ന റമീസ്. ഞാൻ ഇപ്പൊ ഇന്നെ കൊണ്ട് വിചാരിച്ചിക്കേയുള്ളൂ. എന്തല്ല വിശേഷം? ഇനിയിലുള്ള എനിക്ക് എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടായിക്കോടെ. ഞാളിവിടെ ഭാര്യയും ഭർത്താവും എന്തെല്ലാം രഹസ്യങ്ങൾ പറയാം. അപ്പൊ ഇനി ഇങ്ങനെ കേട്ട് നിൽക്കുക. എന്ത് ഇനി പറയല്ല, ഇവനെ ചരയിക്കണം കേട്ടാ. എന്ത് ഞാൻ ഇന്നെ കുറിച്ച് ഇങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ പറയും. ഇനി നല്ലൊരു മോനാണ്. എന്നാലും റമീസേ, ഇനി ആരോടാ പറയുന്നേ? ഇഞ്ചി ഒരു പെങ്ങളെ ഭർത്താവാ ഞാന്നുള്ള ഒരു പരിഗണന.
അല്ല ഇനി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എനിക്ക് ഒരൊച്ചപ്പാടും കൂടി എടുക്കാണ്ട് ഇനി ഞാളെന്തെങ്കിലും റൊമാൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സംസാരമാണെങ്കിൽ ഇനി കേട്ട് നിൽക്കൂല ഇനിയോ ഇനി എങ്ങനെയാ നമ്പുവാ ഇല്ല മോളെ എന്തായാലും ഇനിയല്ല കേട്ട സ്ഥിതിക്ക് ഇനിയിപ്പൊ നേരിട്ട് അങ്ങ് പറയാറോ ഒരു ടോപ്പിൻ്റെ വക ആയിക്കോട്ടെ എന്താ എനക്കല്ല ഓക്ക് എനക്ക് ഇനി ഒന്നും മായി തന്നില്ലെങ്കിലേ ഇല്ല എന്നാലും വല്ലാത്തൊരു കുഞ്ഞിമോൻ തന്നെയല്ല ഇത് എനിക്കറിയാൻ ഓന് ഇവിടെ ഉള്ള ഞാനൊന്നും പറഞ്ഞില്ല നിങ്ങളല്ല പറഞ്ഞു അത് കണ്ടറിഞ്ഞിട്ട് എഞ്ഞു ഉണ്ടാണ്ട് നീ ഉണ്ടാവും അല്ലേ അല്ല ഞാൻ ഉറക്കാത്ത വന്നതാ ആ അല്ലെങ്കിലും പിന്നെ ആരും അറിയാണ്ട് എന്തെന്ന് പറയാനുണ്ട് എന്ന് പറയുമ്പോ പെണ്ണുങ്ങൾക്ക് ഒരു ഇളക്കായിരിക്കും അല്ല ഒരു രഹസ്യം പറയാനുണ്ട് എന്ന് പറയുമ്പോ പെണ്ണുങ്ങൾ ആരതോ കുറ്റാന്ന് വിചാരിച്ച് വേഗി വരുമല്ലോ എന്താ ഒന്നുമില്ല ഞാൻ വിചാരിച്ചു വന്നല്ല പിന്നെ അല്ല എടാ ഇനി ബാക്കിയും കൂടി കിടന്നാ എന്തായാലും ഇനി ഇത്രയും കേട്ടില്ലേ എന്നാലൊന്ന് എണീച്ച് പോവാ ഒരു മര്യാദ വേണ്ടോടാ ഇനിയെങ്കിലും ഒന്ന് എണീച്ച് പോറാ എനിക്ക് സംഭവിച്ച പോരെല്ലാം തന്നെയാ എന്നാ എന്തെന്നാ പിന്നെ ഈറ്റ ഇനിയുണ്ട് എവിടെ ഈറ്റ ഇനിയുണ്ട ജമീലൻ്റെ കഥ മുഴുവനാക്കാൻ എനിക്കുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല ഇത് ആരോടാ ഞാൻ പറയാ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടേ അപ്പോൾ അങ്ങക്ക് പറഞ്ഞുതരാം ബിയാത്തോ കദീഷയോ വേറെ ആരേനോ സുലൈഖയല്ല ഉണ്ടേ വാ നമുക്ക് റമദാൻ കഴിഞ്ഞിട്ട് പറയാനാ ഇനി ഇപ്പം പറയണ്ടെന്നുണ്ടാവും വിചാരിക്കുന്നില്ലേ എന്നാലും റമീസ് എനിക്ക് കേൾക്കണം കഥ എന്നിട്ടില്ല മനെ ജമീലൻ്റെ മോളങ്ങനെ പോകുന്നുണ്ട് അയിലോടി എന്നാലും നല്ല വിറ്റുള്ള കഥയാ വേണ്ട താല്പര്യമില്ല എന്നിട്ട് ജമീലൻ്റെ മോള് എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല ഇപ്പൊ ഞാനോടാ പറയാ ഉമ്മാനോട് പറഞ്ഞാലോ എന്നാല് ഉമ്മ കേൾക്കാൻ സാധ്യത ഉണ്ട് കേട്ടാ ഉമ്മാന്റെ വൈബുള്ള കഥയായത് അപ്പൊ നിങ്ങളോട് അറിയോ പറയണ്ട പിന്നെ പറഞ്ഞോളാൻ പറയൂ ഉപ്പാനോട് പറഞ്ഞാലോ ഉപ്പ കേൾക്കുവോ അല്ലേ ഇപ്പൊ എന്റെ കഥയൊന്ന് കേൾക്കുവാൻ ഇവിടെ ആരും ഇല്ലേ ആരുമില്ല നിങ്ങൾ സ്വന്തം ആടാ ഇഞ്ചേ വേണ്ട ഇവർക്ക് ആർക്കും അതിന് താല്പര്യം ഇല്ല നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടാ എന്തെങ്കിലും ഒരു കുറ്റം പറയാണ്ട് ഉറക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്താ ഞാനൊന്നുമല്ല എത്ര ആളുണ്ട് നമ്മൾ ആരെയും അങ്ങനെ പറയുമൊന്നുമല്ല കുറ്റം എന്നല്ല ഇപ്പല്ലേ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ അവളങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയോ നോക്കി ചിരിച്ച് എന്തിനാ ഓനിക്ക് ചിരിക്കേണ്ട ആവശ്യം ഇല്ലേ നിങ്ങൾ പറയാന്നല്ല മറ്റു എന്തെങ്കിലും ഒന്നും പറയാന്നല്ല ഇല്ലാണ്ടിക്കുവോ ഇവർക്കൊന്നും താല്പര്യമില്ല നിങ്ങളെ പുര പറഞ്ഞാൽ ഞാൻ ആടെ വന്ന് പറഞ്ഞു തരാം എനിക്കിന്ന് ഉറക്ക് വരുമെന്ന് തോന്നുന്നില്ല എന്താ തിരുവനന്തപുരം പോവും കഥ കേൾക്കേണ്ടി പോലെ എന്തായാലും വണ്ടിക്കൂലി പോലെ അയച്ചു തരും എന്താ ഐറ്റ ആ മീസ് അപ്പോൾ എന്തായാലും പെരുന്നാൾ കോടിയല്ലോ ഇക്കുറി അങ്ങനെ ഇങ്ങനെയല്ല ഉള്ളത് ആ നല്ല ഇപ്പം എന്തെന്നാ ചെയ്യുക ഞാനൊരു പിന്നെ സിംഗിൾ മുണ്ടു ഒരു ഷർട്ട് തുന്നിക്കാൻ കൊടുത്തിട്ടുണ്ട് സൈനുദ്ദീൻ ഖാൻ്റെ കടയിൽ അപ്പം ആ കടയിൽ നിന്ന് ഷർട്ട് വാങ്ങുക ഞാൻ ലേശം മോഡലാക്കിയിട്ട് തുന്നിച്ചോന്ന് എനിക്ക് എന്താ ഒരു നീല കളർ ഷർട്ടാ അതും ഒരു മുണ്ടും ആയിക്കൂറി എനിക്കൊന്നും വേണ്ട എനിക്ക് മാക്സി മതി എന്നല്ല ഇനി പറഞ്ഞേ അവസാനം ബാക്ക് മാറ്റരുതേ ഒന്ന് പറഞ്ഞതായിരിക്കണം കൊടുത്തിക്കോ അൽഹംദുലില്ലാ ഹൈറ് ആരാ കൊടുത്തത് റമീസിന്റെ വകയാ ചെറിയൊരു സാധനം എനിക്ക് തരത്തില്ലല്ലേ ഇപ്പൊ ഇനി പൈസ എല്ലാം എന്ത് നാക്കുന്നാ തിരിയാത്ത ഞാൻ നാക്കുന്ന എനിക്ക് ലവർ ആറ്റണ്ട ഉള്ള പറയണേ സത്യം പറയണം അപ്പോൾ എന്തോ ആയിക്കോട്ടെ എന്നാൽ അതങ്ങനെ നടക്കട്ടെ ഇക്കുറിയത്തെ മോന് മാത്രം എന്തെങ്കിലും ഒന്ന് എടുക്കാം അല്ലേ നോക്കോ നമുക്ക് പെരുന്നാൾക്ക് ചെറിയ രീതിയിലല്ല എന്തെങ്കിലും ഒന്ന് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സ് എടുക്കണമല്ലോ എന്നാ ഞാൻ പോട്ടെ മോളെ എന്താ എന്താ ഉറക്കില്ലാണ്ട് ഉറക്ക മനുഷ്യ ഇല്ലാണ്ടിക്കോ കട്ടില് കണ്ടാ പിന്നെ എന്ത് പറയാണ്ട് മറ്റേ കുറ്റം പറയാണ്ട് അങ്ങനെ അതുകൊണ്ട് എന്തായാലും അത് ഞാൻ ആരെങ്കിലും വിളിച്ച് പറഞ്ഞോളാം മോനെ നോക്കാം സമയത്ത് ഇവിടെ വെക്കണോ ഇന്നലെ ഉറങ്ങിയില്ല ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ രാത്രി അല്ല പൊളിച്ച കഴിച്ചാലോ പിന്നെ കിടന്നില്ല പിന്നെ അവന് ഉറങ്ങുന്നില്ല ഉറക്കം കുറവല്ലേ എന്നാ പിന്നെ വേറൊന്നും ഇല്ല ഇന്നത്തെ പരിപാടിയെല്ലാം നല്ല രീതിയിൽ പാളിയ സ്ഥിതിക്കുന്ന വീഡിയോ നിർത്തുക മീസേ ഇറന്നിട്ടല്ലടോ ഒരു ഡ്രസ്സ് ഞോക്ക് വാങ്ങിക്കൊടുക്ക് നീ കുറേ ഉണ്ടാക്കുന്നില്ലേ ATM എല്ലാം വിറ്റിട്ട്
പിന്നെ ലാപ്ടോപ്പ് ഉണ്ട്. ലാപ്ടോപ്പാ? ആ എന്ത് ലാപ്ടോപ്പ്? ചെറിയ കുട്ടികളെ. ആ 2-3 ഓൻ്റെ സാധനങ്ങളൊന്ന് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കും. 2 റുപ്യ വാങ്ങാലോ നമുക്ക്. പിന്നെ ജ്യൂസ് മെഷീൻ ഉണ്ട്. ആ നമ്പറും കൊടുക്കാം റമീസിൻ്റെ. ബന്ധപ്പെടുക മറീസ് അല്ല റമീസ് അല്ലേ. 2000 രൂപ ഇനി എൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്തേക്ക് കേട്ടോ. ഇനി കൊണ്ട് പിന്നെ പരോക്ഷമായിട്ടൊന്നും കിട്ടുന്നില്ല, പ്രത്യക്ഷമായിട്ടെങ്കിലും വാങ്ങുക. എന്താ എന്താ ലുക്കില്ലേ? ഇനി അത് ക്രീം ഉപയോഗിക്കണ്ടോ? ലേശം അങ്ങനെല്ലാം പറഞ്ഞോ. എന്നാ ഞാൻ പോട്ടെ, പോണ്ടെന്ന് ഇനി പറയുന്നല്ലേ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, വീഡിയോ അങ്ങ് നിർത്താം. അതുപോലെ ഇങ്ങനെ എന്തെല്ലോ പറയാൻ നീറ്റുകളെന്ന് വിചാരിക്കണ്ട. ഇനി എന്തായാലും കിടന്നാൽ സൂപ്പർ ആയിക്കോട്ടെ. ഇനി ഞാൾ ഈ റൂമിൽ വരുന്ന ഇനി സൗണ്ട് കേട്ടാൽ ഇങ്ങനെ കിടക്കുക, എണീച്ചങ്ങ് പോയിക്കോളണം കേട്ടോ. ഞങ്ങൾക്ക് പല കഥയും പറയാനുണ്ടാവും. ഇനി ഒളിച്ചു നിന്ന് കേട്ടും ഞാൻ കുടുംബശ്രീ എന്ത് ഇനി ചരയിക്കണം. ഇനി ഡിവൈസ് എല്ലാം വോയിസ് റെക്കോർഡറിൽ ഇനി വെക്കൂ. ഇവനാള് ശ്രദ്ധിക്കേണ്ടതാണ്.